പറ്റുള്ളൂ. പോസ് ചെയ്യല ഒന്നുകൂടി കാണാം. അല്ല ഇത് കണ്ണൂര് നീ കണ്ണൂര് അല്ല സാമ്യത ഇല്ലാന്ന് കണ്ണൂര് ഇതാ ഇതും നോക്കിയേ. എന്താ തോന്നുന്നു? ഒരു ബന്ധവുമില്ല. നീ എന്താ മോനെ പറയുന്നത്? നീ കണ്ണടച്ച് ഇരുട്ടാക്കിയത്. ഇത് മാറ്റിയ ഇതൊന്നും വെക്കല്ല മാറ്റി. ഓ ഇതാണ് മോണ, ഇതാണ് ഞാതിന്റെ മാസം പറഞ്ഞോ. ഈ കഥയിലെ നായകൻ ഞാൻ സാറാണ്. കിംബോയിനെ കുറച്ച് മുമ്പ് നമ്മള് ഞാൻ പറയണ ഈ നിയാസ് സാർ ബാത്റൂമിൽ കുറ്റിയിടാതെയും കുറ്റിയിട്ടും വിളിക്കും. ഓടിവാ കണ്ണാ ചാടിവാ മൊണ്ണേ, ഓടിവാ കണ്ണാ ചാടിവാ മൊണ്ണേന്ന് പറഞ്ഞാ നിന്റെ LKG യൂണിവേഴ്സില് നിന്റെ LKG BSC ബിയില് മൊണ്ണേന്ന് വിളിച്ച ഭയങ്കര തെറിയോ? അത് എനിക്ക് അറിയാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ ക്ലാസ്സിൽ അത് സീനാണ് അല്ല, പക്ഷെ ഇവിടെ അതൊന്നും സീനില്ല മോനെ. ഇവിടെ തെറി വിളിച്ചാലേ സീനുള്ളൂ. ഇവിടെ മൊണ്ണ തെറിയല്ല, അത് നിന്റെ LKG ബിയിലാണ്. മനസ്സിലാ? മൊണ്ണ എങ്ങനെയാ തെറിയാവുന്നെ? അത് മൊണ്ണയല്ലടാ. ഇവന്റെ ശരിക്കും ഇവന്റെ സ്കൂളിൽ അങ്ങനെയാണ്. ഇവന്റെ സ്കൂളിൽ അങ്ങനെയാണ്. അതാണ് ഈ കുഞ്ഞിച്ചക്കൻ ചെറുത് ഇറങ്ങിയിട്ടുണ്ട്. നീ അടുത്ത് വരുമ്പോ തന്നെ മുലപ്പാല് മടക്കുന്നത് അത്രയും ചെറുതാണ്. നീ അഞ്ചില ഇവ LKG ബി, അഞ്ചിലെത്തിയിട്ടില്ല. എൽ റാംബോ കിക്ക് എന്ന് പറയുന്നതാ. ഞാൻ എന്ത് ഇത് ഇരുന്നോണ്ടാ ഇത് മാറ്റി കിംബോയി. കിംബോയി ഇതാ, ഇത് ജോർജ് സാറാ. കിംബോയിനെ എഡിറ്റ് ചെയ്ത് ഹലോ ഹലോ ഞാനും ഇതേപോലെ ഒരു സാധനം. ഹലോ ഞാനും ഇതേപോലെ ഒരു നമ്മളെ പൊട്ടൻ മമ്മു പരിപ്പോടെ മമ്മു അല്ലേ അത്? മമ്മു അങ്ങനെ ഇത്രയും ഹീറോ മൂക്കും വെച്ച കണക്കല്ലേ ഇവൻ കുറച്ച് ലുക്കായല്ലേ, പഴയ പോലെ അല്ലല്ലേ മമ്മു? മമ്മു കുറച്ച് ലുക്കാണാ. ഹീറോ മമ്മു എന്നെക്കാളും ലുക്കായല്ലേ? മമ്മ പണ്ടിങ്ങനായിരുന്നില്ലല്ലോ. ഒരിതായിരുന്നു, പക്ഷെ ഇപ്പൊ മുടിന്റെ മുടിയും അറിയപ്പാണ് സംഭവം. ഇതിലാരാ മാസ്? ചാറ്റ് പറ. ഇതിലാരാ മാസ്? നാനാ അല്ല മമ്മ? നാനാ മമ്മ? ചാറ്റ് പറ. This one or this one? പോളന്നുണ്ടോ? വെറുതെ വേറെ ആരോ അറിയുന്ന കേട്ടോ. മമ്മൂനാണ് എല്ലാരും പറയുന്നത്. ഞാൻ പെൻസാടാ. ഇത് ഞാൻ കണ്ടതല്ലേ, പഴയതല്ലേ? അല്ല ഇത് പുതിയതെന്ന് തോന്നുന്നു. ഇതിപ്പോ എല്ലാരും ഒരേപോലെ വരക്കുന്നത് അവിടെ മനസ്സിലാവില്ല പുതിയതെന്ന് പറയുന്നത്. മമ്മു തന്നെ മാസം തന്നെ 7.298 തൊപ്പിയൊരു വീട് വെക്കുന്നുണ്ടായിട്ട് അവിടെ നോക്കണം. കാരണം വീട് ഞാൻ കാണപ്പെട്ടെ എന്റെ മൈൻഡിലൊരു ഡ്രീം ഹോം പ്രൊജക്ട് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഒരിക്കലും തട്ടിക്കൂട്ടി ഒരു ഫ്ലാറ്റോ വീടോ തട്ടിക്കൂട്ടി ഇതാക്കൂല. മനസ്സിലാവും? എനക്ക് സ്വന്തമായിട്ട്, അതായത് എന്റെ ഫാമിലി ഹൗസ് ആയിട്ട്, ഇതിപ്പോ നമ്മള് ഗ്യാങ് ഹൗസ് അല്ലേ, അല്ലാണ്ട് പേഴ്സണൽ ആയിട്ട് ഞാൻ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിലോ മോനെ, ഞാൻ ശരിയായ ലക്ഷറിന്റെ എക്സ്ട്രീം സാധനം ഞാൻ വെക്കും. അല്ലെങ്കിൽ ഞാൻ വെക്കൂല. മനസ്സിലാവും? ഇല്ല ഞാൻ റെന്റ് ചെയ്യും. ഞാൻ പറയുന്ന ഒരു 4-5 കോടിയുടെ വീട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ പല്ല് വെച്ചിട്ട് വരാം. ശരിയായ എന്താ ചിക്കൻ തോന്നില്ലേ? എന്തൊരു OCD ആണ് ഇവൻ.